ജനസംഖ്യയാണല്ലോ ഏറ്റവും വലിയ ചർച്ച. ജനസംഖ്യാ വിഷയത്തിൽ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതെന്താണെന്നറിയോ? ഒരു കുട്ടി ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വരുമ്പോ അവന് വായ മാത്രമല്ല ഉള്ളത്, അവന് 2 കൈയുണ്ട്, അതുപോലെ 2 കാലുണ്ട്, അവന് സൂപ്പർ പവർ കമ്പ്യൂട്ടറിനെ പോലും വെല്ലുന്ന മസ്തിഷ്കമുണ്ട്, ചിന്താശേഷിയുള്ള മസ്തിഷ്കമുണ്ട്, വിഭവശേഷിയുണ്ട്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് മാൻ പവറാണ്, മനുഷ്യ വിഭവശേഷിയാണ്. അതുകൊണ്ട് ഒരു രാജ്യം വികസിക്കണമെങ്കിൽ അവിടെയുള്ള ജനതയെ പരിരക്ഷിക്കുകയാണ് വേണ്ടത്, ഒരിക്കലും കുട്ടികളെ കുറക്കുകയല്ല വേണ്ടത്. ജനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ അതിന്റെ മുന്നിൽ പടയോട്ടം നടത്തിയ ഒരുപാട് ധീരദേശാഭിമാനികളുണ്ട്. മഹാത്മാഗാന്ധിയെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ, മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, അങ്ങനെ എത്ര ആളുകൾ അവരെയൊക്കെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായി അന്ന് കൊന്നിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള നേതാക്കന്മാർ നമുക്കുണ്ടാകുമായിരുന്നു, ശാസ്ത്രജ്ഞന്മാർ നമുക്കുണ്ടാകുമായിരുന്നു? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും തന്നെ മനുഷ്യരെ കൊല്ലുകയല്ല വേണ്ടത്, അവർ പ്രസവിക്കരുത് എന്ന് പറയുകയല്ല വേണ്ടത്. അവരുടെ കർമ്മശേഷിയെ ഈ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരിക്കലും നിങ്ങൾ മക്കളെ നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് എന്ന് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത്, റിസ്ക് നൽകുന്നത് നാം ആകുന്നു. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, കൊല ചെയ്യുക എന്നത് ഏറ്റവും വലിയ അക്രമമാകുന്നു എന്ന് ഇന്ന് പറഞ്ഞതല്ല, ഇന്നലെ പറഞ്ഞതല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. ഹദീസുകളിൽ പറഞ്ഞു ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞു, കൂടുതൽ സന്താനങ്ങളുള്ള സ്ത്രീയാണെന്ന് പറഞ്ഞു.